എന്തായാലും കോൺഗ്രസ്സുകാരോട് പറയാനൊന്നേ ഉള്ളൂ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗതികേട് നിങ്ങളിൽ പലർക്കും ഉണ്ടാകും എന്ന്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ 5ഓ 6ഓ വയസ്സിലാണ്. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ മദറും കൂടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ റിനി ആൻഡ് ജോർജിനെ കണ്ടം വഴി കൂവി ഓട്ടിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വെറുതെ കണ്ടുപോകാതെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, രാഹുൽ എന്നൊരു വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു വ്യക്തിയാണ് റിനി ആൻഡ് ജോർജ്. അതിൻ്റെയൊക്കെ ഇപ്പോഴും റിനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പബ്ലിക്കിലൊന്ന് ഇറങ്ങാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടില്ല, ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ജനങ്ങളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഇല്ലെങ്കിലും എന്ത് സ്ഥാനം കിട്ടിയിട്ടും പിന്നെ എന്ത് കാര്യമാണുള്ളത്? ജനങ്ങളുടെ മനസ്സിൽ പട്ടി വിലയായിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഇവിടെ റിനിയുടെ കേസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിനി പബ്ലിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൂവി ഓട്ടിക്കുവാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു കൂവലിൻ്റെ വീഡിയോ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനൊരു 10-15 വട്ടം കണ്ട് ഞാൻ ചിരിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചാണ്, ഇച്ചിരെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിൽ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ആ കൂകൽ കിട്ടിയിട്ടെങ്കിലും തലയിൽ കൂടെ വല്ല ചണച്ചാക്കോ എന്തെങ്കിലും ഇട്ടുകൊണ്ടെങ്കിലും ഓടി അവിടുന്ന് രക്ഷപ്പെട്ടേനെ. അപ്പോഴും ആ കൂകലോടുകൂടി കൂകൽ കിട്ടിയിട്ടും ഇളിച്ചുകൊണ്ടിരിക്കുന്ന റിനിയുടെ ആ ഒരു ധൈര്യം ഞാനില്ല. നമ്മളൊരു വല്ല പറയുന്നത് കേട്ടിട്ടുള്ളൂ, ചാൾസ് ബാബ്രാജിന് മാത്രമേ ഇത്രയും ധൈര്യം ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തായാലും രാഹുലിനെ തകർത്ത് തരിപ്പണമാക്കിയ റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളും കൂടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം വീഡിയോ. അതുപോലെ എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ കൂവലിൻ്റെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനുശേഷം നമ്മൾ രാഹുൽ ഈശ്വർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ ഈശ്വർ മാത്രമല്ല, ഒരുപാട് ആളുകൾ വലിച്ചേരി ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് റിനിയെ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ നോക്കാം. അപ്പം റിനിയെ കൂകുന്ന പുതിയ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ. പുള്ളി പറഞ്ഞല്ലോ ലേശം ഉളുപ്പുണ്ട്, എന്നിട്ട് കിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തൊലിക്കട്ടി, കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ് കേട്ടോ റിനിക്ക്. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പം റിനി രാഹുലിനെതിരെയുള്ള ഈ ആരോപണം ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മന്ത്രി കസേരയിൽ ഇരിക്കേണ്ട വ്യക്തിയാണ്. മന്ത്രിയായിട്ട് വിലസേണ്ട ആളായിരുന്നു. മന്ത്രിയായിട്ട് കയറിക്കഴിഞ്ഞാൽ രാഹുൽ എന്നൊരു വ്യക്തി എത്ര ആളുകൾക്ക്, സാധാരണപ്പെട്ട ആളുകൾക്ക് ഉപകാരം ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ കണ്ടതാണ് MLA ആയിട്ട് തന്നെ പാലക്കാട്ടിൽ സാധുവായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് 5 വീട് വരെ MLA ആയിട്ട് വെറും 1.5 കൊല്ലം കൊണ്ട് പുള്ളി പൂർത്തീകരിച്ചു. അപ്പം പുള്ളിയൊക്കെ ഒരു മന്ത്രിയാവണമെങ്കിൽ ജനങ്ങൾക്ക് എത്രയോ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടേനെ. അതുമാത്രമല്ല, പുള്ളിയുടെ ഒരു ഫ്യൂച്ചർ നശിപ്പിച്ച് കളഞ്ഞില്ലേ. ഇനി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് വന്നില്ലെങ്കിലില്ല. എന്തൊരു ഫ്യൂച്ചറുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, പ്രതിപക്ഷത്താണെങ്കിലും ഈ ഭരണപക്ഷത്താണെങ്കിലും ഇനി ഒരു പാർട്ടിയിലും ഞാൻ ഇതുപോലൊരു വ്യക്തിയെ, രാഷ്ട്രീയത്തിൽ ചീറ്റപ്പുലി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ, അതൊക്കും മേലെയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലിയറും പക്വതയും, ഓരോ കാര്യങ്ങൾ വീക്ഷിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചുട്ട ഉരുളക്കുപ്പേരി രീതിയിൽ മറുപടി കൊടുക്കുന്ന രാഹുൽ എന്നൊരു വ്യക്തിയെ, ഇങ്ങനൊരാളെ ഞാൻ വേറൊരു പ്രസ്ഥാനത്തിലും കണ്ടിട്ടില്ല. അവരിപ്പം സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ വന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, ക്ഷണം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുൽ പറയുന്ന മറുപടി സ്പോണ്ടേനിയസ്, ആ സ്പോട്ടിൽ മറുപടി വരുന്നത് നിങ്ങളൊന്ന് നോക്കണം. അതാണ് രാഹുൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എനിക്ക് പ്രത്യേക ഒരു ക്ഷണം? അതാണ് രാഹുൽ അല്ലേ? ഓക്കെ, ഞാനിവിടെ ഇനി രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു, രാഹുൽ ഈശ്വർ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. മാസ്റ്ററുടെ കുട്ടിക്കലാശത്തിലേക്ക് പോകുന്നത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇനിയും റിനി ഇട്ടിരിക്കുന്ന ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങളാണോ എന്നും അറിയില്ല, ഇനിയും പഴയ ചിത്രങ്ങളാണോ എന്നും അറിയില്ല. ഒരു പക്ഷേ ഈ മന്ത്രിമാരൊന്നും ഇത് അറിഞ്ഞു കാണില്ല, പണ്ടെടുത്ത ചിത്രങ്ങളായിരിക്കാം. ഡേറ്റ്സ് പലപ്പോഴും വെച്ചിട്ടില്ല.
അതുകൊണ്ട് ഏത് അവസരത്തിലാണ് ഈ ഫോട്ടോ കണ്ടാൽ ഇത് നമ്മുടെ മുരളീധരൻ ജിയോടൊപ്പം എടുത്ത ചിത്രങ്ങളാണ്, കണ്ടാൽ പഴയ ചിത്രങ്ങളാണ് എന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് പുതിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും റിനിയുടെ ഇടപെടലുകൾ നെഗറ്റീവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രേവന്ത് റെഡ്ഡിയോട് എടുത്ത ചിത്രം പുതിയത് തന്നെയാണ്. അത് റിനി ഇട്ടിരിക്കുന്ന ഡേറ്റ് അടക്കം കറക്റ്റാണ്, May 18, 2026. ഇത് ഈ ഗാലറിയിലടക്കം റിനി വന്ന് ഫോട്ടോ എടുക്കുന്നത് പലപ്പോഴും എന്താ പറയണേ, നമ്മൾ സ്ത്രീകളെ അൺസസ്പെക്റ്റിംഗ് ആയിട്ട്, അതായത് നമ്മൾ സ്ത്രീകളുടെ സമൂഹത്തിൽ ബഹുമാനം കൊടുക്കുന്ന സമൂഹമാണ്, പുരുഷന് ഒരുപടി മേലെ ബഹുമാനം കൊടുക്കുന്ന ഒരു സമൂഹമാണ്, അങ്ങനെ തന്നെ വേണം. പലപ്പോഴും അങ്ങനെ സ്ത്രീകൾ വരുമ്പോൾ ചില ആൾക്കാരെങ്കിലും അത് മിസ്യൂസും അബ്യൂസും ചെയ്യാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്കാണ്, ഭരണത്തിനാണ്. അപ്പോൾ ഈ സ്പേസിലേക്ക് റിനി വന്ന് അവിടെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നെങ്കിൽ റിനിക്ക് കിട്ടുന്ന ആക്സസിൻ്റെ സൂചനയാണ്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം ഉള്ള ജീവിതം തകർക്കാൻ പ്രധാന കാരണക്കാരികളിൽ ഒരാൾ റിനിയാണ്. റിനി മാത്രമാണെന്ന് പറയുന്നില്ല, കാര്യം റിനിയേക്കാൾ സ്ട്രോങ് ആയ വ്യാജ പരാതികൾ നൽകിയ ബാക്കി പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് റിനി മാത്രമാണെന്ന് പറയുന്നില്ല. എന്തായാലും കോൺഗ്രസ്സുകാർ സൂക്ഷിച്ചാൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് പഴയ ഫോട്ടോകളായിരിക്കാം, പുതിയ ഫോട്ടോകളായിരിക്കാം, ഏത് കാലത്തെടുത്ത ഫോട്ടോ ആണെന്ന് അറിയില്ല. പക്ഷേ റിനി എന്തായാലും വേദിയിൽ വന്നു എന്ന റിനിയുടെ ക്ലെയിം ശരിയാണ്. അത് റിനി പറയുന്നത് സത്യം തന്നെയാണ്. കാര്യം റിനി ഇത് എടുത്തിരിക്കുന്നത് റിനിയുടെ പുതിയ ഫോട്ടോകളാണ്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അവിടെ എടുത്ത ഫോട്ടോകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആക്സസ് റിനിക്ക് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. അത് വേറെ ഒന്നുമില്ല, റിനിയോട് എന്തെങ്കിലും എതിർപ്പുള്ളതൊന്നുമില്ല. റിനി നാളെ ഇതേപോലെ ആരെങ്കിലും പേരിൽ വ്യാജ ആരോപണം വീണ്ടും ഉന്നയിച്ചാൽ അവരുടെ രാഷ്ട്രീയ കരിയർ ഇല്ലാതാവും. നമ്മുടെ നാട്ടിലെ ഗതികേട് അങ്ങനെയാണ്. അതായത് പുരുഷന് നേരെ ഒരു കള്ളാരോപണം വന്നാൽ ആ കള്ളാരോപണം ഏറ്റുപിടിക്കാൻ വലിയൊരു ശതമാനം മാധ്യമങ്ങളും കാണും, സ്വന്തം പാർട്ടി ഇരിക്കുന്ന ബാക്കി ആൾക്കാരും കൂടെ കാണും. അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത. ബാക്കി പാർട്ടികൾ അങ്ങനെ അത്ര വലിയൊരു ഗതികേടില്ല, CPM-നോ BJP-ക്കോ. അപ്പം കോൺഗ്രസിലെ ആൾക്കാർ റിനി അടക്കമുള്ളവർക്ക് മറ്റ് മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തുള്ള ചില ആൾക്കാരോട് റിനിയെ കമ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ റിനി ഒരു യുവ കലാകാരിയാണ്. ആ കലാകാരൻ്റെ രീതിയിലുള്ള ബഹുമാനമുണ്ട്. എന്നാൽ അത് അവിടെ നിന്നോട്ടെ. പക്ഷേ റിനിയുടെ പൊളിറ്റിക്കൽ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ തെറ്റാണ്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല, സത്യസന്ധതയ്ക്ക് നിരക്കുന്നതല്ല. റിനി പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കാനൊരു ചട്ടുകമായി മാറുകയും അല്ലെങ്കിൽ ബോധപൂർവം ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇത് നമ്മുടെ രേവന്ത് റെഡ്ഡിയോടൊപ്പം എടുത്ത ഫോട്ടോ ആണ്. രേവന്ത് റെഡ്ഡിക്ക് വരെ അറിയത്തോലും ഇല്ലായിരിക്കും. യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവന്ത് റെഡ്ഡി സമ്മതിക്കുന്നതായിരിക്കും. എന്തായാലും കോൺഗ്രസ്സുകാരോട് പറയാനൊന്നേ ഉള്ളൂ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗതികേട് നിങ്ങളിൽ പലർക്കും ഉണ്ടാകും എന്ന് മാത്രം പറയാം. എനിക്കും അതാണ് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളോട്, നേതാക്കന്മാരോട് സൂക്ഷിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ രാഹുലിൻ്റെ അവസ്ഥ പലർക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അവിടെ അനുമതി കിട്ടിയില്ല, അലോഡ് കിട്ടിയില്ല, പാസ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എത്രയോ പ്രവർത്തകർ വെളിയിൽ ഈ പറഞ്ഞിട്ടുള്ള വെളിയിൽ നിന്ന് ആ പരിപാടി കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഈ ഒരു പരിഗണന പുള്ളിക്കാരിക്ക് എങ്ങനെ കിട്ടി? ഇതൊക്കെ ചോദ്യങ്ങളാണ്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ഉത്തരം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പല ആളുകൾക്കും ഉത്തരം മുട്ടൽ സംഭവിക്കും. ഇനി ഞാനിവിടെ അതുമാത്രമല്ല, ഇപ്പം വി ഡി സതീശന് പറവൂർ എതിരാളിയായിട്ടുള്ള വി ഡി സതീശൻ്റെ എതിരാളിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള അതിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന റിനിയുടെ വീഡിയോ നമ്മൾ കണ്ടതാണ്. എതിരെ വി ഡി സതീശനെ അത്രയ്ക്കും ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതൽ 6 വയസ്സ് മുതൽ കാണുന്ന വി ഡി സതീശനോട് എനിക്കൊരു ആരാധനയാണ്, എല്ലാമാണ്. എന്തൊക്കെ പറഞ്ഞിട്ടുള്ള റിനി എന്തിന് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശന് പറവൂർ വി ഡി സതീശന് എതിരെ മത്സരിക്കാൻ നിന്ന് ആ വ്യക്തിക്ക് ഈ പറഞ്ഞിട്ടുള്ള റിനി ആ വ്യക്തിയുടെ പരിപാടിക്ക് പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കൊട്ടിക്കലാശത്തിന് എന്തിനെ കണ്ടാന്ന് തോന്നുന്നു റിനി പങ്കെടുത്തു, പിന്തുണ കൊടുത്തു എന്നത് ഒരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നിലപാടെന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. എന്നാലും റിനി വി ഡി സതീശനെ എങ്ങനെ അറിയാം എന്നുള്ളൊരു ചോദ്യത്തിന് റിനി തന്നെ പറയുന്നൊരു ഉത്തരം നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വി ഡി സാറുമായിട്ടൊരു കണക്ഷൻ ആകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുള്ള MLA ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല രീതിയിൽ കണക്റ്റഡ് ആവുമല്ലോ. പിന്നെ അതൊരു ഫാമിലി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട്. പിന്നെ അതൊരു കുറച്ചും കൂടി ഒരു വളരെ അടുത്തൊരു ആത്മബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അടുത്തൊരു ക്ലോസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണോ ഇത്രയും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ആകുന്നത്, അതോ
അതിന് മുമ്പേ അതിന് തന്നെ മുമ്പേ അതിന് connection ഉണ്ട്. എങ്ങനെയാണ് ആദ്യമായിട്ട് എങ്ങനെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി MLA ആദ്യമായിട്ട് ഓർത്തെടുക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ 5 6 വയസ്സിലാണ്. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ മദറും കൂടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ എനിക്ക് 2 മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് എന്തോ ഇലക്ഷൻ ടൈം എന്തോ ആയിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ വോട്ട് ചോദിക്കാൻ എന്തോ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ അന്ന് ചിരിച്ച് ആ കടയിലുള്ള ചേച്ചിയോടും എൻ്റെ മദറിനോടും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ നിന്നിട്ട് ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് അറിയില്ല, ആ ചെറിയ പ്രായത്തിൽ പോലും ഐ ഫീൽ സംതിങ് കണക്റ്റഡ് വിത്ത്. എനിക്ക് എന്തോ ഒരു മുൻപരിചയം ഉള്ളതുപോലെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചിരി ഇത്രയും ഓർത്തിരിക്കുന്നു. അതിശയത്തോട് നോക്കി നിന്ന് ഇത്രയും സ്നേഹവും ബഹുമാനവും ഉള്ള വി ഡി സതീശനോട് എന്തിനു പിന്നെ ഇങ്ങനെ ഒരു ചതി ചെയ്തു? വി ഡി സതീശൻ്റെ എതിരാളിയായിട്ടുള്ള പറവൂര് മത്സരിച്ച ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, ആ എതിർ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിൽ പങ്കെടുത്ത റിനിയുടെ വീഡിയോ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു മറുനാടൻ ചാനലിലൂടെ, സാജൻ സക്രിയയുടെ മറുനാടനിലൂടെയാണ് അത് വെളിയിൽ വന്നതെന്ന് തോന്നുന്നല്ലേ. അതിനുശേഷം നമ്മളെല്ലാവരും കണ്ടതാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. അപ്പം ആ പോസ്റ്റ് എ ബി വേൾഡ് എംപയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്നിട്ടാണ് പോസ്റ്റ് വന്നേക്കുന്നത്. മന്ത്രിയാകേണ്ട മനുഷ്യനാണ് രാഹുൽ. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷം മറ്റ് നേതാക്കളെല്ലാം മുൻ സീറ്റിലിരുന്നപ്പോൾ രാഹുൽ ഏറ്റവും പുറകിലായിരുന്നു. വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായിരുന്നു. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, മുൻ സർക്കാർ മാറാൻ ഏറ്റവും കാരണം ഇദ്ദേഹത്തിൻ്റെ മീഡിയ ക്യാമ്പയിനാണ്. ശരിയല്ലേ? അവസാന നിമിഷമൊക്കെ രാഹുൽ ഇട്ട വീഡിയോ ഒക്കെ എന്തോ ഒരു വൈറലായ വീഡിയോസാണ്. എത്ര ജനങ്ങളിലെത്തിയ വീഡിയോ ആണ്, എത്ര ജനങ്ങളെ ചിന്തിപ്പിച്ച വീഡിയോ ആണ്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, മുൻ സർക്കാർ മാറാൻ ഏറ്റവും കാരണം അദ്ദേഹത്തിൻ്റെ മീഡിയ ക്യാമ്പയിനാണ്. ഉറപ്പുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ചർച്ചകൾ രാഹുൽ ഉള്ളതായിരുന്നു. പല വമ്പന്മാരും രാഹുലിനോട് മുട്ടി പത്തി മടക്കി പോകുന്നത് ശരിക്കും യുവ കോൺഗ്രസിനും ഒരു പവർ ഐറ്റം ആയിരുന്നു രാഹുൽ. മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് ഭീകരമാണ്. മറ്റൊരു കാര്യമുണ്ട്, വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ CM നേതാക്കളും കേരളം കണ്ടത് രാഹുലിൻ്റെ വാക്കുകളായിരുന്നു. എന്തായാലും കേസ് തീരട്ടെ, കുറ്റം ചെയ്തവർ അകത്ത് പോകട്ടെ, അത് രാഹുലായാലും കാത്തിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻട്രിക്ക് ഒരു നാൾ കേരള ജനതയുടെ മുന്നിൽ കസേര ഇട്ടിരിക്കാൻ പറ്റുമോ എന്ന് കാണാം. എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ്, ഗംഭീര ഒരു തിരിച്ചുവരവ് തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ, അല്ലേ? അപ്പോൾ വി ഡി സതീശനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാരണം രാഹുലിൻ്റെ വിഷയം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഗണനയിലെടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിധി വന്നിട്ടുള്ളതാണ്. അപ്പം പുള്ളിക്കാരന് പറ്റിയ വ്യക്തിപരമായിട്ടുള്ള തെറ്റുകളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തെറ്റാണ്. അത് എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു തെറ്റ് തിരുത്തി പുള്ളിയെ തിരിച്ചെടുക്കാനൊരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളോടൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് വി ഡി സതീശൻ, നമ്മുടെ CM, അതുപോലെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അപ്പം എന്തായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും രാഹുലിൻ്റെ തിരിച്ചു വരവ് എന്തായാലും പ്രസ്ഥാനത്തിന് നല്ലൊരു മൈലേജ് തന്നെ ഉണ്ടാക്കും, നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ടാക്കും, പിന്തുണ തന്നെ ഉണ്ടാക്കും. ഒരിക്കലും ഒരു നെഗറ്റീവ് ഉണ്ടാകത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാർട്ടി എത്ര നാൾ വേണമെങ്കിലും പാർട്ടി പറയുന്നിടത്തോളം കാലം പുറത്ത് നിൽക്കും. ഇനി പറഞ്ഞില്ലെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ഞാൻ മരിക്കുന്നു, ഈ ഒരു വാക്ക്, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്ര മുൻനിര ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത കൂടിയായിട്ട് പിന്നെ വരാം.